ഹലോ ഗുഡ് ഈവനിങ് എവ്രിവൻ. എന്തൊക്കെയുണ്ട്? ഇപ്പോൾ നമ്മൾ യൂണിക് ടോക്ക് 44 ആണല്ലേ ഇന്ന്. 44 ആഴ്ചകളായിട്ട് ഓരോ ടോപ്പിക്സ് എടുത്ത് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് വരികയാണ്. ആരെയും വീഡിയോ മോഡിൽ കാണുന്നില്ലല്ലോ. പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. വേറെ തിരക്കിലും കാര്യങ്ങളും ഒന്നും ഇല്ല എങ്കിൽ. ഓക്കെ, ഷംന മാം വന്നിട്ടുണ്ട്. താങ്ക് യു മാം. മാം നല്ല തോന്നുന്നു 2-3 വീക്സ് ആയി കണ്ടിന്യൂസ് ആയി കയറുന്ന ഒരാളാണ്. നിവേ താങ്ക് യു മാം. വേറെ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ മോഡിൽ വരും കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കും അതൊരു അടുത്ത് എൻകറേജ് ചെയ്ത് ക്ലാസ് ഒക്കെ എടുക്കാൻ പറ്റുന്നത്. എന്തിനങ്ങനെ ഇടക്കിടക്ക് മ്യൂട്ടാക്കാൻ നിൽക്കണേ? എവിടെ ആരോ വന്ന് പാക്കിയത്. പിന്നെ ഞങ്ങൾ അങ്ങനെ, പക്ഷെ നിങ്ങളും അറിയുന്നില്ല, നിങ്ങൾ വേറെ എന്തോ പണിയില്ല. കുഴപ്പമില്ല. സോറി ഗൈസ്, നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ യൂണിക് ടോക്ക് 44 ആണിന്ന്. പോസ്റ്ററിൽ ആരെങ്കിലും ടോപ്പിക്സ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നോ? നമ്മൾ ഇന്നത്തെ ടോപ്പിക് കൊടുത്തിട്ടുണ്ടായിരുന്നത് മുട്ടുപിൻ വാതിൽ തുറക്കപ്പെടുന്നില്ലായിരുന്നു. ഒരു ഡിഫറെന്റ് ടോപ്പിക് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള, അത് കേൾക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മളെ ഉള്ളിലേക്ക് വരും. എന്തായിരിക്കും ഇപ്പൊ ഈ മുട്ടുപിൻ വാതിൽ തുറക്കപ്പെടുന്നില്ല? നമ്മളെ ലൈഫിൽ ആവശ്യമുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കഥയാണത്. സംസം വെള്ളം ഒരുപാട് തവണ ഹാജറ ബീവി ഓടിയതിന്റെ പേരിൽ ഏറ്റവും അവസാനം ആദ്യം ഓടിയ സ്ഥലത്ത് നിന്ന് കിട്ടിയൊരു സംഭവം ഉണ്ടല്ലോ. അതുപോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ അട്രാക്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അതിനെങ്ങനെ നമ്മളെ ലക്ഷ്യത്തിലേക്ക് തേടി പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ആ ഒരു തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും. പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. പിന്നെ നമ്മൾ എന്നും ക്ലാസ്സിൽ പറയുന്ന പോലെ ഉം, ഏറ്റവും എന്താ പറയുക, ഒരു ചൈൽഡിന്റെ ക്യൂരിയോസിറ്റിയിൽ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളൊന്നും ആവില്ല നമ്മൾ പറയുന്നത്, പക്ഷെ ഒരു വേറെ രീതിയിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ ഹെൽപ്പ് ചെയ്യുന്ന സെഷൻ ആയിരിക്കും. ഒരു കുട്ടിയുടെ ക്യൂരിയോസിറ്റിയോട് കൂടി നെക്സ്റ്റ് എന്താണ് പറയുന്നത്, ഒരു ജഡ്ജ്മെന്റൽ സ്റ്റേറ്റിലല്ലാതിരിക്കുക. നമ്മളൊക്കെ പച്ചയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യരാണ്. ഇപ്പൊ ക്ലാസ് എടുക്കുന്ന അഫ്സൽ സാർ ആവട്ടെ, അതുപോലെ നോർമൽ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു ആളെ അക്സെപ്റ്റ് ചെയ്ത് ആ ആള് പറയുന്ന വേലേക്ക് നോക്കാതെ പറയുന്ന കാര്യം ഹൈലൈറ്റ് ചെയ്യുക. എന്താണ് പറയുന്നത്, അതിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് കേട്ട് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ എം ടി കപ്പ് ആയിട്ടിരിക്കുക, എല്ലാം അറിയുന്ന ഒരാളായിട്ടല്ലാതെ എന്തൊക്കെയോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ള നമ്മൾ എല്ലാ സെഷൻസിലും പറയുന്ന ഒരു കാര്യങ്ങളാണിത്. സ്റ്റാർട്ടിങ്ങിൽ പറയുന്നതിൻ്റെ ഒരു ഇന്റൻഷൻ, നമ്മൾ പലരും പല തിരക്കുകളിൽ നിന്ന്, പല സിറ്റുവേഷനിൽ പല കലയോ കാര്യങ്ങളുമായിട്ട് എത്തി നിൽക്കുന്നവരല്ലേ. അപ്പം എല്ലാവരുടെ മൈൻഡും ഒരേ മൈൻഡ് സെറ്റിലേക്ക് ആക്കി കൊണ്ടുവരാൻ വേണ്ടി പറയുന്ന 3 കാര്യങ്ങളാണ് കേട്ടോ. ഇത് വലിയ ഇൻസ്ട്രക്ഷൻ പോലെ ഒന്നും എടുക്കണ്ട, നിങ്ങൾ ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് ഇരിക്കുക. ബേസിക്കലി എത്രയോ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. ഹായ് വന്നിട്ടുണ്ട്, കൂടെ അനിയത്തി ഉണ്ടല്ലോ എന്ന്. തിറ്റ ഹായ്. താങ്ക് യു. എന്തായാലും നമുക്കിന്ന് പെട്ടെന്ന് അവരെ കണ്ട സമയത്ത് ഒന്ന് ഇൻവൈറ്റ് ചെയ്താണ് കേട്ടോ. വേറെ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും. എന്തായാലും സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അഫ്സൽ സാറെ വെൽക്കം ചെയ്യാം. വെൽക്കം സർ. താങ്ക് യു മിസ്ന, താങ്ക് യു സോ മച്ച്. ഏതായാലും മിസ്റ്റിന്റെ വെൽക്കം കേട്ടാൽ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കറിയ അമ്മാതിരി വെൽക്കമാണ്. വെൽക്കം സാർ. ഏതായാലും എല്ലാ വീക്കിലും നമ്മൾ പറയും പോലെ തന്നെ വിത്ത് ഹോൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ്, ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടി നമ്മളുടെ സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം, വെൽക്കം ചെയ്യാൻ എല്ലാവരെയും. ഇപ്പം കറന്റ് 16 ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ മെഡിറ്റേഷനൊക്കെ കഴിയുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാർ വരും. അപ്പൊ വീഡിയോ മോഡിൽ കാണുന്നുണ്ട്. നമ്മുടെ ടിംബർ മുർഷിദുണ്ട്, മിസ്നുണ്ട്, ഷംന മാം ഉണ്ട്, ഹയ ഉണ്ട്, സിസ്റ്റർ ഉണ്ട്. അപ്പൊ മറ്റുള്ളവരും കൂടെ ഒന്ന് വീഡിയോ മോഡിൽ വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വരും കേട്ടോ. അത് നമ്മൾ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് വന്നാലും മതി, വന്നാൽ മതി. ഓക്കെ ഓക്കെ. ഇന്ന് നമ്മള് എന്താണ്, മുട്ടുവിൻ തുറക്കപ്പെടും. നല്ല ടോപ്പിക് അല്ലെ? നമ്മൾ പല ഇതിലൊക്കെ കേൾക്കുന്നതാണ്, മുട്ടുവിൻ തുറക്കപ്പെടും. അതെന്താണ്, അതുകൊണ്ട് എന്താണ്, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇന്നത്തെ മെഡിറ്റേഷന് ശേഷമുള്ള സെഷനിൽ പറയും. അപ്പം സാധാരണ നമ്മൾ ചോദിക്കും പോലെ തന്നെ ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ഓരോരുത്തരും ഏത് ഡിസ്ട്രിക്റ്റ് നിന്നാണ് ജോയിൻ ചെയ്തതെന്ന് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റും പ്ലീസ്? ഒന്ന് താഴെ കമന്റ് ചെയ്താൽ മതി. ഞാൻ ഇപ്പൊ പിന്നെ എല്ലാവരെയും മ്യൂട്ടാക്കി വെച്ചത്
മെഡിറ്റേഷൻ്റെ ഇടയിലൊക്കെ ബുദ്ധിമുട്ട് വരേണ്ട വിചാരിച്ചിട്ടാട്ടോ. മെഡിറ്റേഷൻ കഴിഞ്ഞാൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം. റാഷിന തൃശ്ശൂർ, ഹാഫിൽ കാസർഗോഡ്, ഹയ ഫാത്തിമ മലപ്പുറം. ഇനിയുണ്ടല്ലോ ആൾക്കാരെ, കമന്റ് ചെയ്യുകയാണെങ്കിൽ പുതിയ ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടായിരുന്നു, അത്രേ ഉള്ളൂ. പോസിബിൾ. സാധാരണ കുറച്ചും കൂടി ആൾക്കാർ കമന്റ് എഴുതുന്നുണ്ട്. ഐഫോൺ ചെറുപ്പുളശ്ശേരി, മർവ കാസർഗോഡ്, അൽതാഫ് തിരൂർ, ജുമാന ഹസീൻ മലപ്പുറം. പുതിയ ആൾക്കാരെ കാണുന്നുണ്ട്. ഏതായാലും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇന്നത്തെ ഷാഹിദ പാലക്കാട്. ഓക്കെ, താങ്ക് യു ഫോർ റെസ്പോണ്ടിങ്. നമ്മൾ എന്നാലേ ആദ്യം എല്ലാവരും ഇപ്പം 10-18 ആൾക്കാർ ഇവിടെ ഇരിക്കുന്നതിൽ അധികം ആളുകളും സുഹറ പയ്യോളി, കോഴിക്കോട്. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇപ്പൊ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ആളുകളായിരിക്കും. പല അടിപിടിന്റെ ഇടയിൽ വന്ന ആൾക്കാരുണ്ടാവും, തിരക്കിന്റെ ഇടയിൽ എന്തൊക്കെയോ തിരക്കുകൾ മാറ്റി വെച്ച് വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ വ്യത്യസ്തമായിട്ടുള്ള മാനസികാവസ്ഥയിൽ നിന്ന് നമ്മളുടെ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അത് ഉൾക്കൊള്ളാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ചെറിയൊരു കിഡിന്റെ മൈൻഡ് സെറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ, എല്ലാവരും റെഡിയാണോ? റെഡി ഉള്ളവരൊന്ന് താഴെ യെസ് എന്ന് കമന്റ് ചെയ്യോ. ആദ്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നവരൊക്കെ ഉണ്ടോ? ആവശ്യമായി. യെസ്, താങ്ക് യു. ഒറ്റ മിനിറ്റ്, ഇവിടെ മ്യൂസിക് ഓൺ ആക്കി ഓഫ് ആയി പോയി. ശരി, ഇതാ നമ്മൾ മെഡിറ്റേഷനിലേക്ക് കിടക്കുകയാണ് ഗൈസ്. കാമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ. മ്യൂസിക് ഓക്കെ അല്ലേ? കാമായിട്ട് ഒന്ന് ഇടത് കൈക്ക് മുകളിൽ വലത് കൈ ചേർത്ത് വെച്ചിരിക്കുന്നത്. റിലാക്സേഷൻ സ്റ്റേറ്റ്, ബോഡിന്റെ ഏറ്റവും റിലാക്സേഷൻ സ്റ്റേറ്റ് ഏതാണോ അതിൽ ഇരുന്നാണ്. കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിരിക്കാം. ഇടതുകൈക്ക് മുകളിൽ വലതുകൈ ചേർത്ത് വെച്ച് തള്ളവിരൽ കൂട്ടിമുട്ടിച്ച് ഒരു ഊർജബന്ധം സ്ഥാപിക്കാം. മെല്ലെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്കിപ്പോൾ ദീർഘശ്വാസം എടുത്തുവിടാവുന്നതാണ്. Breathe in, hold on and breathe out. Breathe in, hold on and breathe out. Breathe in, hold on and breathe out. ഓരോ തവണയും ശ്വാസം ഉള്ളിലോട്ടെടുക്കുന്നത് മൂക്കിലൂടെയാണെന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ ശ്വാസം പുറത്തേക്ക് വിടുന്നത് വായിലൂടെയാണെന്ന് ഉറപ്പുവരുത്തുക. ഓരോ തവണയും ശ്വാസം ഉള്ളിലോട്ടെടുക്കുമ്പോൾ നിങ്ങളുടെ മൂക്കിലൂടെ ഒരു സ്വർണപ്രകാശം നിങ്ങളുടെ ശരീരത്തിലേക്ക് കടക്കുകയാണ്. അതേപോലെ ഓരോ തവണയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ വായിലൂടെ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലുമുള്ള നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് എനർജിയും ജീവിതത്തിൽ അനുഭവിച്ച
ദുഷിച്ച അനുഭവങ്ങളും മനസ്സിലുള്ള ദേഷ്യം, വെറുപ്പ്, അഹങ്കാരം, റിവെഞ്ച് തുടങ്ങി എല്ലാ നെഗറ്റീവ് ഇമോഷൻസും ഒരു കറുത്ത പുകയായി നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഒരു കറുത്ത പുകയായി നിലത്ത് പതിക്കുകയാണ്. ഓരോ തവണയും ശ്വാസം ഉള്ളിലോട്ടെടുക്കുമ്പോൾ ആ സ്വർണപ്രകാശം നിങ്ങളുടെ ശരീരത്തിലേക്ക് കടന്ന് ഓരോ അവയവങ്ങളിലേക്ക് വിരലിൽ വരെ നിങ്ങൾക്ക് ആ ഒരു പ്രകാശം ആവരണം ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യും. Breathe in, breathe out. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്രമത്തിലാണ്. പതിയെ നിങ്ങളുടെ ചിന്ത നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകുക. ആദ്യമായി നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ അവയവങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാലുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അവ പൂർണ്ണമായും റിലാക്സ് ചെയ്യുകയാണ്. കാൽ വിരലുകൾ, കാൽപാദങ്ങൾ, കാൽമുട്ടുകൾ, തൈസ് എല്ലാം പൂർണ്ണമായും റിലാക്സ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഇടുപ്പും ഉദരവും നട്ടെല്ലും പുറംഭാഗത്തെ മസിലുകളും എല്ലാം പൂർണ്ണമായും വിശ്രമിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആന്തരിക അവയവങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ദഹനേന്ദ്രിയങ്ങൾ, കിഡ്നികൾ, ലിവർ എല്ലാം പൂർണ്ണ തലത്തിൽ റിലാക്സ് ചെയ്യുന്നു. നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം, ശ്വാസകോശം എല്ലാം പൂർണ്ണമായും വിശ്രമിക്കുകയാണ്. ഓരോ തവണയും ശ്വാസം എടുത്തു വിടുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ മുതുകും നെഞ്ചും എല്ലാം റിലാക്സ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അവ പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു. കൈവിരലുകൾ, കൈപ്പത്തി, കൈമുട്ട് എല്ലാം നിങ്ങളുടെ കഴുത്തും തോൾ ഭാഗവും പൂർണ്ണമായും വിശ്രമിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വലിയൊരു ഭാരം ഇല്ലാതാകുന്നതായി നിങ്ങൾക്ക് അനുഭവം. നിങ്ങളുടെ മുഖം, കവിളുകൾ, താടിയെല്ലുകൾ എല്ലാം പൂർണ്ണമായും വിശ്രമിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ വിശ്രമിക്കുന്നു.
കൺപോളകൾക്ക് ഘനം കൂടുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. നെറ്റിത്തടം, തലയുടെ മുകൾ ഭാഗം, പിൻഭാഗം എല്ലാം പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു. ചുറ്റുവട്ടത്തുള്ള എല്ലാ ശബ്ദങ്ങളും കൂടുതൽ വിശ്രമത്തിലേക്ക് കടക്കാൻ നിങ്ങളെ സഹായിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് തുറന്നിരിക്കുകയാണ്. പ്രപഞ്ച മനസ്സുമായി നിങ്ങളുടെ മനസ്സ് ലയിച്ചു ചേരുന്നത് നിങ്ങൾ അറിയുന്നു. മെല്ലെ നിങ്ങളുടെ മനസ്സിലേക്ക് ഫോർഗീവ്നെസ് കൊണ്ടുവരിക. എല്ലാത്തിനോടും എല്ലാവരോടും പൂർണ്ണമായും ക്ഷമിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ചവരും സങ്കടപ്പെടുത്തിയവരും എല്ലാവരെയും നിങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും പൂർണ്ണമായും ക്ഷമിച്ചു കൊടുക്കുന്നു. നിങ്ങൾ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുകയാണ്. അടുത്തതായി നിങ്ങളുടെ മനസ്സിലേക്ക് അനന്തമായ നന്ദി കൊണ്ടുവരിക. നിങ്ങളുടെ ചുറ്റിലുള്ള എല്ലാത്തിനും അതുപോലെ എല്ലാവരോടും അഗാധമായ നന്ദി പ്രകടിപ്പിക്കുക. നിങ്ങൾക്കുള്ളിൽ നന്ദി നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. അടുത്തതായി നിങ്ങളുടെ മനസ്സിലേക്ക് ഉപാധികളില്ലാത്ത സ്നേഹം കൊണ്ടുവരിക. എല്ലാവരെയും നിങ്ങൾ സ്നേഹിക്കുന്നു. നിങ്ങൾ സ്നേഹമായി മാറുന്നു. ഇപ്പോൾ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. എന്നിൽ ധാരാളം ഊർജമുണ്ട്. എന്നിൽ നിന്നും സ്നേഹവും സന്തോഷവും പ്രസരിക്കുന്നു. ആരുമായും നല്ലതുപോലെ ഇടപെടാനുള്ള ആകർഷകമായ കഴിവ് എൻ്റെ ഉള്ളിൽ ദിവ്യ സ്നേഹവും സൗഖ്യവും സുരക്ഷിതത്വവും അനുഭവപ്പെടുന്നു. എന്തും ചെയ്യാനുള്ള സർഗശക്തിയും പ്രാഗൽഭ്യവും എനിക്കുണ്ട്. ഞാൻ കൂടുതൽ സന്തോഷമുള്ളയാളാകുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ പരിപൂർണ തൃപ്തി അനുഭവപ്പെടുന്നു. മെല്ലെ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഒരു ദീർഘശ്വാസം എടുത്തുവിട്ട് ചെറുപുഞ്ചിരിയോടെ
കണ്ണുകൾ തുറക്കാം. ഓക്കെ, എല്ലാവരും മെഡിറ്റേഷൻ തിരിച്ചു വന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു. മെഡിറ്റേഷൻ കണക്ട് ആയിരുന്നോ? പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വെയിട്ടോ. ഓക്കെ ഷംന, താങ്ക് യു. ഫാത്തിമ, താങ്ക് യു. എന്താ ഹയന്റെ സിസ്റ്റർ എന്താ ചെയ്യുന്നത്? എത്രയല്ല പഠിക്കണേ? വോയിസ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. വോയിസ് ഓൺ ആണ്, നിങ്ങൾ വോയിസ് ഓൺ ആണ്, ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ സംസാരിച്ചപ്പോ ഓക്കെ. നേരത്തെ നോക്കിയപ്പോ അണേബിൾ കാണിച്ചിരുന്നതാണ്. സോറി. അത് നേരത്തെ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ഓൺ ആക്കാന്ന് വിചാരിച്ചിട്ടാ. എന്താ ചെയ്യുന്നത് നിങ്ങളെ സിസ്റ്റർ? എന്താ ചെയ്യുന്നത്? 5. എന്താ പേര്? ആയിഷ ദിൽന. ഓക്കെ, എന്റെ പേര് ഹഫ്സൽ മാജിദ് എന്നാട്ടോ. ഇനിയും എല്ലാ ബാച്ചിലും ജോയിൻ ചെയ്യാം കേട്ടോ. നിങ്ങളെ പിന്നെ ഇൻസ്പയർ ചെയ്യാൻ നിങ്ങളെ സിസ്റ്റർ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ പറ്റുന്നവരൊക്കെ ഒന്ന്, ഷംന മാം വന്നിട്ടുണ്ട് വീഡിയോ മോഡില്. പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരും കേട്ടോ. 23 ആൾക്കാരെ ഇപ്പൊ കാണുന്നുണ്ട് കറന്റ്. പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരാം. ഷമീല മാം ഒക്കെ ഉണ്ടല്ലോ. ഷമീല മാം നമ്മുടെ എന്താണ് എവർഗ്രീൻ സ്റ്റാർ ആണ്. റിഫ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും, നിങ്ങളുടെ മൈൻഡിൽ ആരെങ്കിലും ഒരാൾ സംസാരിച്ചോളൂ. നിങ്ങളുടെ മൈൻഡില് മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഫീൽ ചെയ്യുന്നത്? എന്താണ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നത് ഒന്ന് പറയോ? ഫസ്റ്റ് വരുന്നത് ഏത് പെർസ്പെക്റ്റീവിലാണ്, ഏത് ഡയമെൻഷനിലാണ് ചിന്ത വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാ ചോദിച്ചു കേട്ടോ. പറഞ്ഞോളൂ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ആരെങ്കിലും ഒരാൾ മുട്ടുവിൻ തുറക്കപ്പെടും. എന്റെ പഠിച്ചാണ് 10-23 ആൾക്കാരുണ്ടായിട്ട്. ഞാൻ പറയാം. പറഞ്ഞോളൂ. എനിക്ക് ഫീൽ ചെയ്യുന്നത്, നമ്മളെ ഒരു കാര്യം വർക്ക് ചെയ്ത് കഴിഞ്ഞാല് കിട്ടുന്ന റിസൾട്ട് ഇല്ലേ, നമ്മൾ മുട്ടെന്ന് പറയുന്നത് ഇന്റെ ഇതില് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രെയർ ആയിട്ട് അത് സ്വീകരിക്കുന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അത് ഒരു കറക്റ്റ് ആൻസർ ആണ്. അതുപോലെ താഴെ നിദാഷറിൻ കമന്റ് ചെയ്തിരുന്നു പ്രെയർ. അതുപോലെ തഹസിന ആക്ഷൻ ദെൻ ഗെറ്റ് റിസൾട്ട്. അൽത്താഫ് പറയുന്നു ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ എനിക്ക് ആദ്യം തന്നെ ഒരു ചെറിയൊരു സ്റ്റോറി, ചെറിയൊരു ചെറുകഥ എന്നൊക്കെ പറയല്ലോ, ഒരു സ്റ്റോറി കൂടെ കാര്യം പറയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഹെൻറി ഫോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കാർ മാനുഫാക്ചർ ഉണ്ട്. നമ്മളെ ഫോർഡ് കമ്പനി ഉണ്ടല്ലോ, കാറിന്റെ ഫോർഡ് എന്ന് പറഞ്ഞ കമ്പനി. അപ്പോൾ ആ കമ്പനിയൊക്കെ റൺ ചെയ്ത് ആദ്യമായിട്ട് നല്ല ഒരു അത്യാവശ്യം അഡ്വാൻസ്ഡ് ലെവലുള്ള ഒരു കാറൊക്കെ ഇൻവെന്റ് ചെയ്തത് അവരായിരുന്നു. ഹെൻറി ഫോർഡ് എന്നാണ് ആളെ പേര്. ആ കമ്പനിന്റെ ഓണറാണ്. അപ്പോൾ ആ ആൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് റിച്ച് മില്യനേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് ഒരുപാട് ക്ലബുകളിലൊക്കെ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഒരിക്കല് ഈ ഹെൻറി ഫോർഡ് ഒരു വലിയൊരു എമൗണ്ടിന്റെ ഒരു ഇൻഷുറൻസ് എടുത്തു, ലൈഫ് ഇൻഷുറൻസ്. അപ്പം എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പോകുന്ന ക്ലബിൽ വിസിറ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെ എന്തോ സംസാരിച്ച സമയത്ത് ഞാനൊരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, ഇത്ര എമൗണ്ടിന്റെ ഒരു ഇൻഷുറൻസ് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ അവരെ കൂടെ തന്നെ, ഹെൻറി ഫോർഡിന്റെ കൂടെ തന്നെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള, ഈ ക്ലബിൽ മെമ്പർഷിപ്പ് ഒക്കെ ഉള്ള ഒരു ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ വെറും അങ്ങനത്തെ പാർട്ടി രീതിയിലുള്ള അല്ലട്ടോ, ഉദ്ദേശിച്ച ബിസിനസ് ക്ലബ്ബാണ്. അപ്പൊ അവിടെ ചെന്ന സമയത്ത് അപ്പം ഒരു ഫ്രണ്ട് പറഞ്ഞു, ഞാന് എത്രയോ വർഷങ്ങളായിട്ട് ഇൻഷുറൻസ് ഫീൽഡിലാണെന്ന് എനിക്കറിയാലോ. ഹെൻറി ഫോർഡിനോട് ചോദിക്കാണ്, ക്ലോസ് ആയിട്ടുള്ള ആളാ. അപ്പം എന്തുകൊണ്ടാണ് ഈ എന്റെ അടുത്തുനിന്ന് ഇൻഷുറൻസ് എടുക്കാതെ പുറത്തുനിന്ന് പോയി എടുത്തതെന്ന് ചോദിച്ചു. അപ്പൊ ഹെൻറി ഫോർഡ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത്ര വർഷം നമ്മൾ ഒരുമിച്ച് നടന്നിട്ടും എപ്പോഴെങ്കിലും ഈ എന്നോട് ചോദിച്ചിട്ടുണ്ടോ എനിക്ക് ഇൻഷുറൻസ് വേണോ ഹെൻറി ഫോർഡേന്ന്? ഐ മീൻസ് ആ ആവശ്യക്കാരാണെങ്കിൽ പോലും നമ്മൾക്കൊരു സാധനം സെല് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചോദിച്ച് തന്നെ വാങ്ങണം എന്നുള്ള ഒരു സംഭവമാണ് ശരിക്കും നമുക്ക് ഈ ചെറിയൊരു സ്റ്റോറിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. വലിയ എക്സ്പ്ലെയിൻഡ് സ്റ്റോറിയും കാര്യങ്ങളും ഒന്നും അല്ല. അപ്പോ
നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഇപ്പൊ ഹയന്റെ കേസ് ആണെങ്കിൽ ആൾക്ക് റൂബിക്സ് ക്യൂബുമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ ലോജിക്കൽ എബിലിറ്റി കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലുള്ള ആളാണ്. അപ്പൊ ആൾക്ക് ഇപ്പം കുറച്ചും കൂടെ ആളുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണം, കുറച്ചും കൂടെ ബിസിനസ് ബിൽഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഫീൽഡിൽ ഓൾറെഡി ഒരു റിനോൺഡ് സ്റ്റേറ്റിൽ, ഹയം ഓൾറെഡി റിനോൺഡ് സ്റ്റേറ്റിലുള്ള ആളാണ്. മറ്റുള്ളപ്പോൾ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള ഫീൽഡിൽ ഉയരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ നമുക്ക് നമ്മളാൽ പറ്റുന്ന രീതിയിലുള്ള പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ പോയി മീറ്റ് ചെയ്യുകയും അവരുടെ എന്തെങ്കിലും പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അങ്ങനെ അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് അവരുമായിട്ട് കണക്ഷൻസ് ബിൽഡ് ചെയ്തെടുത്താൽ എന്താ സംഭവിക്കാന്നറിയോ? ഈ മനുഷ്യന്മാര് ഓൾറെഡി നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അവരുടെ ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ട് ആ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ കരകയറാനുള്ള മെത്തേഡുകളൊക്കെ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് പഠിച്ചെടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ എക്സ്പേർട്ടുകളുമായിട്ട് കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അവരിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാല് നമ്മൾ അവര് ചെയ്ത രീതിയിലുള്ള അത്ര സ്ട്രഗിൾ നമ്മളുടെ ജീവിതത്തിൽ ചെയ്യേണ്ടി വരില്ല. കുറച്ചും കൂടി നമുക്ക് ഫാസ്റ്റർ ആക്കാൻ പറ്റും നമ്മളുടെ റിസൾട്ട്. അതുകൊണ്ട് ഈ നെറ്റ്വർക്കിംഗ് എന്നുള്ള ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ്. ഞാനിപ്പോ ഈ ഒരു ട്രെയിനിങ് ഫീൽഡിലേക്ക് വന്നതിന് ശേഷം ഒരു വിധത്തിലുള്ള എല്ലാ ട്രെയിനേഴ്സിനെയും ഞാൻ പോയി മീറ്റ് ചെയ്തിട്ടുണ്ട്, കഴിയുന്ന രീതിയിലുള്ള. ഇപ്പം ബിസിനസ് ഫീൽഡിലാണെങ്കിൽ ഇപ്പം പി വിജയൻ സാറാണ് കേരളത്തിൽ തന്നെ ടോപ്പ് ആയിട്ടുള്ള ഒരാള്. പിന്നെ ഇപ്പം എന്താണ് ഗൈഡൻസ് അല്ലെങ്കിൽ സ്പിരിച്വൽ റെലമുള്ള ആൾക്കാരാണ് ഇപ്പൊ മുത്തിയുൽ ഹക്ക് ഫൈസി, അതേപോലെ ഡോക്ടർ അദ്നാൻ സാറ്, അദ്നാൻ ഗൈഡ് ഏഡിയൻ ഉണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാരൊക്കെ. പിന്നെ സെയിൽസ് കോച്ചിങ്ങിലാണെങ്കിൽ ഇപ്പം കസാഖ് ബെഞ്ചാലി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോ മറ്റുള്ള സൈക്കോളജിക്കൽ ട്രെയിനിങ്ങിലാണെങ്കിൽ നമ്മുടെ അഫ്ല സാറ് തുടങ്ങിയിട്ട് ഓരോ ഫീൽഡിലും വ്യത്യസ്തമായിട്ട് അവര് ഒരു മുദ്ര പതിപ്പിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും ഓരോ ഫീൽഡിലും. ഞാനിപ്പോ ട്രെയിനിങ്ങിന്റെ മാത്രം കാര്യം പറയാട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ആരെ പ്രോഗ്രാമിന് പോകുന്ന സമയത്തും അവരോട് ഞാൻ ജസ്റ്റ് റിക്വസ്റ്റ് ചോദിക്കും, ഇങ്ങനെ സാറേ നമുക്ക് ഒരുമിച്ച് അതേപോലെ ഷാഫി ഇൻസ്പേസ് ഷാഫി സാറ്. അപ്പൊ ഷാഫി സാർ EFTയും മൈൻഡൊക്കെ ആണ് സാറിന്റെ മെയിൻ ഏരിയ. അപ്പൊ മൈൻഡ് തന്നെയാണ് നമ്മളെ അദ്നാൻ ഹാദി സാറിന്റെ ഡോക്ടർ അദ്നാൻ ഹാദി സാർ. അപ്പൊ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള ഫീൽഡിൽ മുദ്ര പതിപ്പിച്ചിട്ടുള്ള ആൾക്കാരാകുന്ന സമയത്ത് അങ്ങനത്തെ ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ വെറുതെ എല്ലാവരോടും ചോദിക്കും, വെറുതെ അല്ലട്ടോ, എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലോ നമുക്ക് ഒരുമിച്ച് ഒരു പ്രോഗ്രാം ചെയ്താലോ സാറേ. ആദ്യം എനിക്ക് ഫസ്റ്റ് പോയത് ഗൈഡ് ഏഡിയൻ സാറിനെ കൂടി. സാറ് പിന്നെ അങ്ങനെ കൊളാബറേറ്റീവ് പ്രോഗ്രാംസ് ചെയ്യാറ് കുറവാണ്. എന്നിട്ടും നമ്മളൊരു പ്രോഗ്രാമിന് സാറ് വന്നിരുന്നു കേട്ടോ. നമ്മളൊരു ഫസ്റ്റത്തെ യൂണിക്നെസ് ഫെസ്റ്റ് ആദ്യത്തേന് സാർ അറ്റൻഡ് ചെയ്തിരുന്നു. സാറായിരുന്നു ചീഫ് ഗസ്റ്റ്. ഇതേപോലെ ഷാഫി സാറിനോട് ഷാഫി സാറുമായിട്ട് പ്രോഗ്രാംസ് വരുന്നുണ്ട് ഓൾറെഡി. അന്ന് സംസാരിച്ചത് ട്രാക്കിൽ വന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ആരൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും എന്തെങ്കിലും പ്രോഗ്രാംസ് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുമോ. എന്താ സംഭവം എന്നറിയോ, അവര് ബിൽഡ് ചെയ്തൊരു ബ്രാൻഡിന്റെ കൂടെ തന്നെ നമ്മളുടെയും ബ്രാൻഡ് അതിൽ പ്ലേസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. നമ്മൾക്കൊരു കൊളാബറേറ്റീവ് പ്രോഗ്രാം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഞാൻ അതേപോലെ ഒരു എന്താ പറയാ മൈൻഡിൽ എന്നോ ആഗ്രഹമുള്ള കാര്യമായിരുന്നു ജോസഫ് അന്നക്കുട്ടി സാറിന്റെ കൂടെ ഒരു പ്രോഗ്രാം നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് വരുത്തണം. പക്ഷെ അത് ആ സാർ അക്സെപ്റ്റ് ചെയ്യുമെന്നൊന്നും ഒരു എന്താ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു മൈൻഡിൽ. എങ്കിൽ പോലും ഞാൻ സാർ അക്സെപ്റ്റ് ചെയ്ത സമയത്ത് പോലും ഞാൻ ചിന്തിച്ചു, എന്തിന്റെ അടിസ്ഥാനത്തിലുള്ള സാർ ഇപ്പൊ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. നമ്മുടെ ഉള്ളിലുള്ള ആ ഡീപ്പർ ലെവലിലുള്ള ആഗ്രഹം സഫലീകരിച്ച് തരാൻ വേണ്ടിയിട്ടാണോ? നമ്മൾ അങ്ങനത്തെ വലിയ ബ്രാൻഡഡ് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള കമ്പനി ഉണ്ടല്ലോ, 1-2 വർഷമായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ സാർ പൈസ മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും പേയ്മെന്റ് കൊടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നെങ്കിൽ പോലും പൈസ മാത്രം നോക്കിയിട്ട് വരുന്ന ആൾക്കാരല്ല അവരൊന്നും. അപ്പൊ ഞാൻ നോക്കി എന്തോ ഒരു എനർജി ലെവൽ, എന്തോ ഒരു കണക്ഷൻ, നമ്മളെ ആഗ്രഹവും നമ്മളെ ഓരോ ദിവസവും നമ്മൾ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരും. ഇപ്പൊ 44 ആഴ്ചകളായിട്ട് നമ്മളിപ്പോ ഈ യുണീക് ടോക്ക് ഒക്കെ നടത്തുന്നില്ലേ, അത് എന്തിന്റെ മുകളിലാന്ന് ചോദിച്ചാൽ നമ്മൾക്ക് എന്റെ അടിസ്ഥാനത്തിൽ എന്റെ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും രണ്ടാമത്തെ യുണീക് ടോക്സിൽ നമ്മൾ സംസാരിച്ചിരുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ആ ടോപ്പിക് കണ്ടിട്ട് ഇപ്പോഴും ചില ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. നിങ്ങളെ ഇപ്പം ഈ വാട്സപ്പൊന്നും അല്ല ഇൻസ്റ്റാഗ്രാമൊന്നും അവിടെ നമ്പർ എടുത്തിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. അത് കണ്ടിരുന്നു കേട്ടോ, അത് ഫോളോ ചെയ്തപ്പോൾ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതേപോലെ ഞാൻ ജേർണലിങ്ങിനെ കുറിച്ച് ഒരു ടോപ്പിക് സംസാരിച്ച, ഈ ടോപ്പിക്കുകൾ മാത്രമല്ല നമ്മളത് ഫ്രീ ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ചില ആളുകൾ
പൈസ കൊടുത്തിട്ട് ഇപ്പൊ പേയ്മെന്റ് ചെയ്തിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അവരും ഉയർന്നു വരും കേട്ടോ. ആരും ഇപ്പൊ ഞാനും ഇപ്പൊ പൈസ ആദ്യമൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എഫേർട്ട് എടുക്കുന്നതിനനുസരിച്ച് നമ്മളുടെ അറിവുകൾ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മൾക്കും അതിനനുസരിച്ചുള്ള എന്താ പറയാ ആ എനർജി ലെവലുള്ള എമൗണ്ട് കാര്യങ്ങൾ നമ്മളുടെ ഇൻകം കാര്യങ്ങൾ നമ്മൾക്ക് വന്നു തുടങ്ങും. ഞാൻ പറയുകയാണെങ്കിൽ ഞാനിപ്പോ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇപ്പം 2-2.5 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 600 രൂപക്കായിരുന്നു ഒരു 1 മന്ത് കോഴ്സ് കൊടുത്തിന്. അന്ന് എങ്ങനെ കോഴ്സ് കൊടുക്കണമെന്നൊന്നും അറിയില്ല, എങ്ങനെയാണ് ആളുകളിൽ ഇമ്പാക്ട് കൊണ്ടുവരാന്നൊന്നും അറിയില്ല. അന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് തസ്നി മാം ഒക്കെ, പിന്നെയാണ് ഫൈറൂസ മാം വന്നത്, പിന്നെ മിസ്ന വന്നു, മുർഷിദ വന്നു, റിഫ വന്നു, പിന്നെ ഷബീക്ക മാം, അങ്ങനെ ടീം മെമ്പർ, പിന്നെ അഫ്ലസാറുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അങ്ങനെ. അപ്പൊ ഓരോ ആളുകളടുത്ത് പോയി സംസാരിക്കുന്ന സമയത്ത് ചോദിക്കുന്നതിനിടെ എനിക്കിങ്ങനെ ആളുകൾക്ക് ഇപ്പം വലിയ പേയ്മെന്റിൽ അല്ലാതെ തന്നെ ആളുകൾക്ക് ഒരു ട്രെയിനർ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അവർക്ക് ഒരു എന്താ പറയാ ഒരു വിൻഡോ ഓപ്പൺ ആക്കി കൊടുക്കുക എന്നുള്ളതുണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു പ്രാവശ്യം അഫ്ല സാറിനെ കാണാൻ പോയ സമയത്ത് സാറിനോട് ഇങ്ങനെ പറഞ്ഞു, സാറേ നമുക്കൊരു പ്രോഗ്രാം ചെയ്യണം. അങ്ങനെ അന്ന് വെറുതെ ഒരു രീതിയിൽ പറഞ്ഞു വെച്ച് പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴാണ് സാർ പറഞ്ഞത് നമുക്ക് ചെയ്യാം, ഒരു പ്രോഗ്രാം നോക്കാം. എന്തായാലും ഞാൻ ഇതുവരെ ഈ ജീവിതത്തിൽ ഞാൻ ആരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടില്ല. എന്തോ ഒരു ഇഷ്ടത്തിന്റെ മുകളിൽ ഒരു എന്താ പറയാ മുഹബത്ത് എന്ന് പറയില്ല, അതിന്റെ മുകളിൽ ആള് കിസ്മത്ത് എന്നൊക്കെ പറയില്ല, അതേപോലെ ഒരു ആള് സമ്മതിച്ചു. ഇപ്പം പ്രോഗ്രാം ഓൾറെഡി സ്റ്റാർട്ടായി, ഇപ്പൊ 2 ആഴ്ച ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് റൺ ആവുന്നുണ്ട്. അതിന്റെ നമ്മളുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണ് നാളെ മറ്റേ മലപ്പുറത്ത് വെച്ചിട്ട് നടക്കുകയാണ്. അപ്പോ ഞാൻ പറയുന്നത് അറിയാം, ആ ചോദിക്കാൻ ഇപ്പൊ എനിക്കിപ്പോ ആണെങ്കിൽ സാറിന് ജസ്റ്റ് പോയി മീറ്റ് ചെയ്യാൻ പോകേണ്ട ആവശ്യം പോലും എനിക്കില്ല. ഞാനിപ്പോ എന്റേതായിട്ടുള്ള ഒരു രീതിയിൽ ഇങ്ങനെ പോയാലോ. പക്ഷെ എന്താ സംഭവം, എനിക്കിങ്ങനെ ഇങ്ങനത്തെ ആളുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ബഹുമാനം, ആളുകൾ പോയി മീറ്റ് ചെയ്യുക, കാര്യങ്ങൾ പഠിക്കുക, കൊളാബറേഷൻസ് ചെയ്യാന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ അറിയോ, നമുക്കിപ്പോ ഏത് മേഖലകളിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മളിപ്പോ എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ, എനിക്ക് ഹോൾഡ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് ആ ഇരിപ്പ് ജീവിതം മൊത്തം നമ്മൾ ആ ഇരിപ്പ് അങ്ങനെ ഇരിക്കലേ ഉണ്ടാവും. എങ്ങനെ ഓര് ഇങ്ങോട്ട് വരട്ടെ, എന്നെയും തേടി ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ച് നിന്നാല് ഇപ്പൊ ഞാനൊക്കെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അന്നത്തെ 600 തന്നെ നിൽക്കുന്നുണ്ടാവും ഇപ്പൊ. അപ്പൊ ഞാൻ പറയാം, അപ്പൊ ശരിക്ക് എന്ത് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ അവരെ കുറിച്ച് പഠിക്കുക. ഒരാളെ മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഒരാളുടെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പേർട്ട് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ കുറിച്ച് പഠിക്കുക. എന്നിട്ട് അവര് നമ്മളുടെ വാല്യൂസ് നോക്കണം കേട്ടോ. നമ്മൾ ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള വാല്യൂസ് ഹോൾഡ് ചെയ്യുന്ന മനുഷ്യന്മാരാണോ എന്നും കൂടി ഒന്ന് നോക്കിയിട്ട് അവരുമായിട്ട് പോയി കണക്ട് ചെയ്യാൻ. എന്തെങ്കിലും ഇപ്പം മെയിൽ അയച്ചിട്ടോ, ജോസഫ് സാറും ഒക്കെ ആയിട്ട് ആദ്യമായിട്ട് മെയിൽ അയക്കുക ചെയ്തത്, പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് മൊത്തം ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ ലിങ്കും റിവ്യൂസും എല്ലാം പറഞ്ഞിട്ട് ഒരു മെയിൽ അയച്ചപ്പോ എങ്ങനെയോ റിപ്ലൈ വന്നതാ. അങ്ങനെ പിന്നെ അതിന്റെ മുകളിൽ പിടിച്ച് കയറി അങ്ങനെ കയറിയതാണ്. അപ്പൊ ഇതേപോലെ ഓരോരുത്തർക്ക് എന്ത് ആഗ്രഹമാണോ ജീവിതത്തിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്, ഏത് ഫീൽഡിൽ, ആർട്ട് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, ഇപ്പം പബ്ലിക് സ്പീക്കിംഗ് ആയിക്കോട്ടെ, ഇപ്പം ലോജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, എന്തെന്നെ ആയിക്കോട്ടെ, അങ്ങനത്തെ ആളുകളെ പോയി നമ്മൾ ഇങ്ങനെ മീറ്റ് ചെയ്ത് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും കൂടെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വിസ്ഡം ലെവൽ ആയിക്കോട്ടെ, നമ്മളുടെ എനർജി ലെവൽ ആയിക്കോട്ടെ, നമ്മളുടെ മൈൻഡ് സെറ്റ് വലുതായി വരും. ഇപ്പൊ ഞാന് ഖസാക്ക് ബെഞ്ചാലി സാറിന്റെ പ്രോഗ്രാമിനാണ് ഫസ്റ്റ് ടൈം ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിൽ പോയത്. അതൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. അപ്പൊ അന്ന് ഞാൻ പേയ്മെന്റ് കൊടുത്ത് എനിക്ക് തോന്നുന്നു 7000 എത്രയോ ആണ് പേയ്മെന്റ് വാങ്ങിയത്. അപ്പൊ ഞാനും 7000 രൂപ കൊടുത്തിട്ട് ഒരു ദിവസത്തെ പ്രോഗ്രാമിൽ ഇപ്പൊ അതിന് വരുമോ? അപ്പൊ ഞാനിങ്ങനെ അന്ന് വെറുതെ ചിന്തിച്ചാട്ടോ. പിന്നെ നമ്മൾ 2-3 പ്രോഗ്രാംസ് ഒക്കെ നടത്തി. പിന്നെ ഇപ്പൊ ഇപ്രാവശ്യം നമ്മൾ പ്രോഗ്രാം നടത്തുന്നത് അവിടാണ്. ഞാൻ അവിടെ പോയപ്പോ ഞാൻ ജസ്റ്റ് ഒരു ഇന്റൻഷൻ കൊടുത്തിരുന്നു. പിന്നെ ഞാൻ അവിടെ പോയി മുത്തിയലക്ക് ഉസ്താദിന്റെ ഒരു സ്പിരിച്വൽ പ്രെയർ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്, അസ്വല എന്ന് പറഞ്ഞിട്ട്. അടിപൊളി പ്രോഗ്രാമാണ്. ഇപ്പൊ പ്രെയറിനെ കുറിച്ചൊക്കെ ഡീപ്പർ ലെവലിൽ പഠിക്കാനും സ്പിരിച്വൽ, അതേപോലെ സ്പിരിച്വൽ കാര്യങ്ങൾ മാത്രമല്ല മൈൻഡിനെ കുറിച്ചും അതേപോലെ നമ്മളെ ഹീലിങ്ങിനെ കുറിച്ചും ഒക്കെ ഡെപ്ത് ലെവലിലെ തെറാപ്പികൾ വരെ പഠിപ്പിച്ചു കൊടുക്കുന്നു സാർ. അല്ല, സാർ എക്സ്പേർട്ടാണ്, ഈജിപ്തിലൊക്കെ പോയിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടെ രണ്ടാമതും പോയ സമയത്ത് എനിക്ക് ഇങ്ങനെ തോന്നി അടുത്ത പ്രോഗ്രാം നമ്മൾ ഇതാക്കിയല്ലോ, അത്ര പേയ്മെന്റ് ഒന്നും വാങ്ങണ്ട, 6500 ഒന്നും വേണ്ട, എന്നാലും ഒരു 4000 റേഞ്ചിൽ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൈസിലേക്ക് ഇട്ടിട്ട് നമ്മളൊരു പ്രോഗ്രാം നടത്തിയാൽ
അതിപ്പോ ഓൾറെഡി പ്രോഗ്രാം ലോഞ്ച് ചെയ്തു, അത്യാവശ്യം നമ്മുടെ സീറ്റുകൾ ഫില്ല് ആവാനായി ഒരാഴ്ചയും കൂടി ഉള്ളൂ. അപ്പോ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ കൂടുതൽ കൂടുതൽ നമ്മളുടെ ഫീൽഡിൽ എക്സ്പേർട്ടുകളുമായിട്ട് കണക്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ എക്സ്പീരിയൻസ്, അവര് ജീവിതത്തിൽ ഒരുപാട് എഫേർട്ട് എടുത്ത് നേടിയെടുത്തിട്ടുള്ള എക്സ്പീരിയൻസുകളും അതേപോലെ അറിവുകളും എങ്ങനെയാണ് ഒരു ബിസിനസ് പിക്കാക്കി എടുക്കുക എന്നുള്ള ഐഡിയകൾ പോലും നമുക്ക് ആ ആളുകളിൽ നിന്ന് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്താ സംഭവം എന്ന് വെച്ചാല് ചില ആളുകൾക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. ഇതേപോലെ തന്നെ ചില ആളുകൾക്ക് ആർട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ ചില ആളുകളുണ്ട് സഹായിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള മനുഷ്യന്മാരുണ്ട്. ഞാൻ കണ്ട പല കോച്ചസിന്റെയും പ്രത്യേകത എന്നാൽ അവരൊരിക്കലും അവർ മാത്രം ഗ്രോ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരല്ലായിരുന്നു. അപ്പൊ എന്താ സംഭവം, നമ്മൾ ചോദിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ, അല്ലാണ്ട് അവർ ഇങ്ങോട്ട് വന്നിട്ട് വാ മോനെ എന്നെ സഹായിക്കാന്ന് പറയല്ല ചെയ്യുന്നത്. നമ്മൾ എന്താ ആദ്യം തന്നെ എന്താ അറിയാം, നമ്മൾക്ക് ഒരാളോട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കാൻ പേടി തോന്നുന്നത് ഫിയർ ഓഫ് റിജക്ഷൻ ആണ്. അഥവാ ഇപ്പൊ അവര് ചോദിച്ചിട്ട് തന്നിട്ടില്ലെങ്കിൽ എന്താ ഒരു ചോദ്യല്ലേ, ചോദിച്ച് കിട്ടിയില്ല KKPP കിട്ടിയാ കിട്ടി, പോയാ പോയി, അത്ര ഉണ്ടോ. ചോദിച്ചില്ലെങ്കിൽ എന്തായാലും കിട്ടൂല, ചോദിച്ചാൽ ചിലപ്പം കിട്ടല്ലോ. എന്താ സംഭവം, നമ്മളൊരു 1000 ആൾക്കാർ, 1000 വേണ്ട കുറച്ചുകൂടി, ഒരു 100 ആൾക്കാരൊക്കെ നമ്മൾ പോയി ഒരു കാര്യത്തിന് വേണ്ടി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ 10 ആൾക്കാർ, 10% ആൾക്കാർ മിനിമം അതിന് യെസ് പറയും. പക്ഷെ എന്താണ്, ആദ്യത്തെ 10 ആയിരിക്കൂല പറയുക. ആദ്യത്തെ 10 ആൾക്കാരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവരെ നോ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോ ഇത് ആരും സമ്മതിക്കണ്ടാവില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യണ്ടാവില്ല എന്ന് ഫീൽ ചെയ്യും. പക്ഷെ എന്താണ്, 10 ആൾക്കാരെ നമ്മൾക്ക് റിജക്ഷൻ നമ്മൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ, ഈ നെഗോസിയേഷൻ അല്ലെങ്കിൽ നമുക്ക് ഈ സെയിൽസിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിലും നെഗോസിയേഷൻ എന്ന് പറഞ്ഞ സംഭവം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മളുടെ യുണീക്സ് പ്രോഗ്രാമിലൊക്കെ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്നൊരു സംഭവം പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അവർക്കും കൂടെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ആ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് കിട്ടും. അപ്പൊ ആരെങ്കിലും ഇപ്പം നിങ്ങൾക്ക് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം എന്താ സംഭവം തോന്നുകയാണെങ്കിലും ഇതാണ് ടോപ്പിക്. നിങ്ങൾക്കിപ്പം നമ്മുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവം, നമുക്ക് ഏത് ലെവൽ ഇമ്പ്രൂവ്, ഹെൽത്ത് ആയിക്കോട്ടെ, വെൽത്ത് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, സ്പിരിച്വാലിറ്റി ആയിക്കോട്ടെ, ഏത് ഫീൽഡിലാണെങ്കിലും അതിന്റെ എക്സ്പേർട്സിനെ പോയി മീറ്റ് ചെയ്യുന്ന അവരുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനൊക്കെ എല്ലാവരും ശ്രമിക്കുക. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾക്കിപ്പോ ആരെങ്കിലും ഒരു കാര്യം നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് യെസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പം നമുക്ക് എന്തായാലും ഏതെങ്കിലും രീതിയിൽ അവരെ കൊളാബറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനോ എന്തെങ്കിലും പറ്റുമല്ലോ. ഇതേപോലെ തന്നെ ഇപ്പൊ അഥവാ നോ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നോ എന്ന് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള ഒരു സംഭവം മൈൻഡിൽ എപ്പോഴും വെക്കുക. നമ്മളിങ്ങനെ കേൾക്കല്ലേ, മറ്റേ മോട്ടിവേഷണൽ ഇതിലൊക്കെ കാണാം, നോ എന്ന് പറയാം, നോ ഈസ് കോൾഡ് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെ നെക്സ്റ്റ് ഓപ്ഷൻ. അതിൽ നമ്മൾ നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി നമ്മളുടെ മൈൻഡിൽ എന്താക്കണം, നമുക്ക് മൈൻഡിൽ സൃഷ്ടിച്ചെടുക്കാൻ പറ്റണം. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ഖുറാനിലായിക്കോട്ടെ, അതേപോലെ ബൈബിളിലായിക്കോട്ടെ, വേദഗ്രന്ഥങ്ങളിലായിക്കോട്ടെ, എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ് ചോദിച്ചാൽ ആസ്ക് ആൻഡ് യു വിൽ റിസീവ്. നമ്മള് ഒരു കാര്യം നമ്മൾ മുട്ടുരുക്കി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയില്ല നമ്മള്, ആ രീതിയിൽ പ്രാർത്ഥിക്കുന്ന സമയം നമ്മൾ ഈ എഫേർട്ടുകൾ എടുക്കുന്നതിന്റെ കൂടെ തന്നെ പ്രാർത്ഥനയിലും, ഖുറാനില് ശരിക്കും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു, ബക്കറയില് രണ്ടാമത്തെ സൂറത്തില് 186 ആയത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിക്കുക എന്നുള്ളൊരു സംഭവം. എങ്ങനാ നമുക്ക് ആ ഒരു മടി, ഇപ്പം നമുക്കിപ്പോ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്, നമ്മളിപ്പം ദൈവത്തിന് സാധിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം ദൈവമാണ് സാധിച്ചു തരുന്നതെങ്കിൽ പോലും അത് മനുഷ്യന്മാരിലൂടെയാണ് സാധിപ്പിച്ചു തരുന്നത്. അപ്പൊ ഏതെങ്കിലും മനുഷ്യന്മാരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ ആ അറിവിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കാം. ഇതേപോലെ തന്നെ ഏത് ലോകത്തിൽ ഏത് സയന്റിസ്റ്റുകളായിക്കോട്ടെ, ലീഡേഴ്സ് ആയിക്കോട്ടെ, ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, ആരെങ്കിലും തോന്നുന്നുണ്ടോ എല്ലാവരും ജീവിതത്തിൽ ഇപ്പം എന്തെങ്കിലും ഒരു ഇൻവെൻഷനോ കാര്യങ്ങളോ ഒക്കെ കണ്ടെത്തിയിട്ടുള്ള എല്ലാവരും അവര് തന്നെ സ്വന്തം എല്ലാ എഫേർട്ടും എടുത്ത് ചെയ്തതായിരുന്നു? നമ്മൾ ഇപ്പം ക്ലാസ്സിന്റെ ഇടയിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ആദ്യമായിട്ട് എയറോപ്ലെയിൻ കണ്ടുപിടിച്ച ആളെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. ഇപ്പൊ റൈറ്റ് ബ്രദേഴ്സ് ആണല്ലോ. അപ്പം അവരിങ്ങനെ രണ്ടാൾക്കാരിങ്ങനെ പുറത്ത് നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷി ഇങ്ങനെ പറന്നു പോകുമ്പോൾ
അവര് ചിന്തിച്ച് നല്ല ചിറകുള്ള പക്ഷി നല്ലായിരുന്നു. അവര് ചിന്തിച്ച് എന്തായിരുന്നു, ഈ പക്ഷികൾക്ക് പറക്കാൻ പറ്റുന്നുണ്ടല്ലോ, മനുഷ്യന്മാർക്ക് എന്താ പറക്കാൻ പറ്റാത്തത്? ആ മനുഷ്യന്മാർക്ക് എന്താണ് പറക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞ ചിന്ത അവരുടെ രണ്ടാളുടെയും മനസ്സിൽ വന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ ഒറ്റക്കായിരിക്കും ആ ഒരു വിമാനം എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ ബേസിക് മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? ഒരുപാട് ആളുകൾ ഒരുമിച്ച് എഫേർട്ട് എടുത്തിട്ടായിരിക്കൂലേ ഇവരുടെ ഒരു ഐഡിയനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ കൂട്ടമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് ആദ്യത്തെ ബേസിക് മോഡൽ ഒരു എയറോപ്ലെയിൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് പല പല കണ്ടുപിടുത്തങ്ങളും ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റയടിക്ക് ആർക്കും സ്വന്തം ഒന്നും കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പ്, ഇപ്പം ഞാനാണെങ്കിലും ഇപ്പം പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഏതോ ഒരു മൈൻഡ് ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള, ഞാൻ ഇപ്പൊ അധിക സെഷനിൽ പറഞ്ഞ മൈൻഡ് ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രീ സെഷൻ അവര് ഒരു ഗസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ വിളിച്ചിരുന്നു. അപ്പൊ അതില് ഹോസ്റ്റ് ആയിട്ട് അവരുടെ ടീമിലുള്ള ആളായിരുന്നു നമ്മളുടെ ഇപ്പൊ ടീം മെമ്പർ ആയിട്ടുള്ള ഫാത്തിമ മിസ്ന. അപ്പൊ അവരിങ്ങനെ പ്രസന്റ് ചെയ്യുന്നത് കണ്ടപ്പോ എനിക്ക് തോന്നി നമ്മളുടെ ടീമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പൊ അങ്ങനെ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കിയതാ, മൈൻഡിൽ ഒരു ഐഡിയ വന്ന്, മൈൻഡിൽ ഒരു തോട്ട് വന്ന്, അപ്പൊ ജസ്റ്റ് ചോദിച്ചു നോക്കിയപ്പോ എന്താ സംഭവിച്ചു, അവര് പറഞ്ഞു സാറേ ഓക്കെ ആണ്. അപ്പൊ അതിനുശേഷം ആളുടെ സിസ്റ്റർ മുർഷിദ ജോയിൻ ചെയ്തു, പിന്നെ റിഫ വന്നു. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ എന്താ സംഭവം, ഞാൻ ആ ചോദിക്കാനുള്ള മെന്റാലിറ്റി മനസ്സിൽ വന്നതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഒരിപ്പോ വേറെ ഒരു ക്ലബിന്റെ ടീമല്ലേ, ദാറ്റ് മീൻസ് അത് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ക്ലബ് അല്ലായിരുന്നു, അവർ ഫ്രീ ആയിട്ട് ജസ്റ്റ് തുടങ്ങിയതായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു വരുമാനം കൂടി വരുത്താലോ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ആളിപ്പം ഡിഗ്രി പഠിക്കുകയാണെങ്കിലും ഒരു ഡിഗ്രി പഠിക്കുന്ന ആള് ഏൺ ചെയ്യുന്ന ഒന്നല്ല ആളിപ്പോ ഏൺ ചെയ്യുന്നത് അറിയാം. അപ്പൊ പറ്റുന്ന രീതിയിൽ ആള് നല്ല എഫേർട്ട് എടുക്കുക, നല്ല രീതിയിൽ മാക്സിമം ടൈം പഠനത്തിന് അല്ലാതെ പഠിക്കുന്ന ടൈം പഠനത്തിലായിരിക്കും, ബാക്കിയുള്ള സമയമൊക്കെ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, ഇതിൽ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആള് ഹാപ്പി ആയിട്ടാ ചെയ്യുന്നത്. ആളുടെ മനസ്സിലും മുർഷിദിന്റെ ഒക്കെ മനസ്സിലാണെങ്കിലും മറ്റുള്ള മനുഷ്യന്മാർക്ക് ഒരു വെളിച്ചമാകണം, ഒരു തണലാകണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അവര് പറ്റുന്ന രീതിയിൽ അവർ നല്ല എഫേർട്ട് എടുക്കണം, അതിനനുസരിച്ച് അവർക്ക് വരുമാനമുണ്ട്. നമ്മളുടെ ടീം ഇപ്പം ഒറ്റക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ മെല്ലെ 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 നമ്മൾ അടുത്ത ടീം മെമ്പേഴ്സിനെ നോക്കുന്നുണ്ട്. അപ്പൊ മെല്ലെ മെല്ലെ ഇങ്ങനെ നമ്മളെ ടീം ബിൽഡ് ചെയ്ത് വരികയാണ്. അപ്പൊ ലൈഫില് നമ്മളുടെ ജീവിതത്തില് 5 ഡോറുകൾ ഉണ്ട് എന്നാ പറയാം. ഒന്ന് ഡോർ ഓഫ് ഓപ്പർച്യൂണിറ്റി ആണ്. ചില ആൾക്കാർ നമുക്ക് ഓപ്പർച്യൂണിറ്റീസുമായിട്ടായിരിക്കും വരിക. രണ്ടാമത്തത് ഡോർ ഓഫ് ഹീലിംഗ് ആണ്. ചില മനുഷ്യന്മാരെ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാല് നമുക്ക് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു ഹീലിംഗ് കിട്ടുന്നതായിട്ട് അതിനുള്ള മെത്തേഡുകൾ അവർ പറഞ്ഞുതരും. ഇതേപോലെ തന്നെ മൂന്നാമത്താണ് ഡോർ ഓഫ് ഫോർഗീവ്നെസ്. അപ്പൊ നമ്മൾ ചില സമയത്ത് ചില ആളുകൾ ചില സ്പിരിച്വൽ ലീഡേഴ്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നമ്മളുടെ ഉള്ളിലുള്ള ആവശ്യമില്ലാത്ത ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടെ നമുക്കൊന്ന് റിഫ്രഷ് ആവാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് ഡോർ ഓഫ് വിസ്ഡം. ഒരുപാട് അറിവുകളല്ല, എന്താ പറയുക, നമുക്ക് കാഴ്ചയല്ല, ഉൾക്കാഴ്ച എന്ന് പറയില്ല, സൈറ്റ് അല്ല ഇൻസൈറ്റ്, ആ രീതിയിലുള്ള തോട്ടുകൾ ഷെയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പിന്നുള്ളതാണ് ഡോർ ഓഫ് സെൽഫ് റിയലൈസേഷൻ എന്ന് പറയും. നമ്മളെ കുറിച്ച് കൂടുതൽ ഡെപ്തിൽ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള തോട്ട്സ് ഷെയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ മനുഷ്യന്മാരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഡിറൈവ് ചെയ്യാൻ പറ്റുക. എന്തൊക്കെയാന്ന് വെച്ചാൽ ഡോർ ഓഫ് ഓപ്പർച്യൂണിറ്റി, ഡോർ ഓഫ് ഹീലിംഗ്, ഡോർ ഓഫ് ഫോർഗീവ്നെസ്, ഡോർ ഓഫ് വിസ്ഡം, ഡോർ ഓഫ് സെൽഫ് റിയലൈസേഷൻ. അപ്പൊ ഇതിലിപ്പോ എത്ര ഡീപ്പറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ. ഇപ്പം ദൈവത്തിനോടാണെങ്കിലും മനുഷ്യന്മാരോടാണെങ്കിലും എന്ത് തന്നെ ആഗ്രഹങ്ങൾ ലൈഫിൽ നേടിയെടുക്കാനുണ്ടെങ്കിലും അത് ചോദിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. മുട്ടുവീൻ തുറക്കപ്പെടുന്നുള്ളത് നമ്മൾ ചോദിച്ചാൽ മാത്രം പോരാ, അത് ഇംപ്രൂവ് ചെയ്തെടുക്കാനുള്ള മെത്തേഡുകൾ നമ്മൾക്ക് എന്താണോ നമ്മളുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുക. വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കല്ല, ആ കാര്യം ചെയ്യാൻ നമ്മളെ കൊണ്ട് എന്തെങ്കിലും എഫേർട്ടുകൾ എടുക്കാൻ പറ്റുമോ അത് ചെയ്തിട്ട് ഞാൻ പാതി ദൈവം പാതി എന്ന് പറയും പോലെ നമ്മളുടെ പാതി ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്തെടുക്കുക, അതിനു വേണ്ടിയുള്ള എഫേർട്ടുകൾ എടുക്കുക, എന്നിട്ട് അടുത്ത പാതി പടച്ചവനോട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുകയാണ്. ചോദിക്കുക ലഭിക്കും, തിരയുക കണ്ടെത്തും, മുട്ടുക തുറക്കപ്പെടും. ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്നത്തെ സെഷൻ നമ്മൾ അധികം വലിച്ചു നീട്ടി കുറെ ഇലാബറേറ്റ് ചെയ്ത് പോകുന്നില്ല. ഈ കുറച്ചൊന്ന് ബ്രീഫായിട്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞു. ഇതിലധികം എക്സ്പ്ലെയിൻഡ് ആയിട്ട് പോകാനോ, പിന്നെ എന്റെ കുറെ ലൈഫ് സ്റ്റോറിയിൽ പെട്ട കുറെ കാര്യങ്ങളാണ് പറയാനുള്ളത്. അതൊക്കെ നിങ്ങൾ കുറെ കാര്യം വീഡിയോ ഒക്കെ കേട്ടിട്ടുണ്ടാവും.
അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ വലിച്ചു നീട്ടിപ്പോ നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂക്ക് പോകുന്ന സമയത്ത് പോലെ ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത് ദുബായിൽ പോയ സമയത്ത് ആദ്യത്തെ ഇന്റർവ്യൂ ഒക്കെ പലരും റിജക്ട് ചെയ്തായിരുന്നു. ഇങ്ങനെ ഓൾറെഡി ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് ജോലി പോയതല്ലേ, അപ്പം വീണ്ടും കണ്ണിന്റെ വേദനയും തലകറക്കവും ഒക്കെ വരൂല എന്നെന്താണ് ഉറപ്പ്? ആ രീതിയിൽ ചോദിച്ച സമയം എനിക്ക് വേണമെങ്കിൽ എല്ലാവരും ഇപ്പൊ തന്നെ ആയിരിക്കില്ല പറയാന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ വീണ്ടും ശ്രമിച്ച് 10ാമത്തെ ഇന്റർവ്യൂവിൽ എത്തിയപ്പോഴേക്ക് ഏകദേശം ഞാൻ പറഞ്ഞു, എല്ലാം പറയാറുണ്ട് 30 ദിറംസ് മാത്രമേ അന്നത്തെ അവിടുത്തെ ഒരു 500-600 റുപ്യ മാത്രമാണ് കീശയിലുള്ളത്. ഒരു നേരത്തെ ഭക്ഷണം കൂടെ കഴിച്ചാൽ പിന്നെ പൈസ ഇല്ല. ആ സമയത്താണ് ജോലി കിട്ടിയത്. മീൻസ് എനിക്ക് വേണമെങ്കിൽ 30 റുപ്യയിലുള്ള ഞാനിപ്പോ എങ്ങനെ ഇന്റർവ്യൂക്ക് പോവുക, തിരിച്ചു വരാൻ പറ്റാതായി പോവാന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അന്ന് ആ ജോലി കിട്ടൂലായിരുന്നു. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ലാസ്റ്റ് നിമിഷത്തിലായിരിക്കും കിട്ടുക. പക്ഷെ നമ്മൾ ആ ഹോപ്പ് വിടാതെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാ എഫേർട്ടുകളും എടുത്തു നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ഈ FSRനെ കണക്ട് ആയതായിക്കോട്ടെ, ഓരോരുത്തരും ടീം മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഓരോ കാര്യങ്ങളും ഇതേപോലെ കണക്ട് ആയി വന്നതാണ്. അപ്പോൾ മാക്സിമം ലൈഫിൽ എന്ത് ചെയ്യുക, ഇതിലിപ്പം കൂടുതൽ വലിച്ചു നീട്ടി പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്നും കൂടെ ഒന്ന് മൈൻഡിലേക്ക് വെക്കുക. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പേടിച്ചിട്ട് ഒരു നോ പറയോ എന്നുള്ള പേടി വിചാരിച്ചിട്ട് ചോദിക്കാതിരിക്കരുത് ഒരിക്കലും. ചോദിച്ചു നോക്കുക. ചോദിച്ചിട്ട് ഇപ്പോൾ ഒരു ഓക്കെ അല്ലെങ്കിൽ ഇപ്പൊ എന്താ പ്രശ്നം? നമ്മള് ജീവിതത്തിലുടനീളം ആ ഒരു എന്താ പറയാ റിഗ്രറ്റ് ഫീലോട് കൂടിയിട്ട് ആരും എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അന്ന് ചോദിച്ചാൽ മതിയായിരുന്നു, ആ റിഗ്രറ്റ് ഫീലോട് കൂടി നടക്കുന്നതിന് പോലും ചോദിച്ചിട്ട് കിട്ടിയില്ലേ പോട്ടെ. കാരണം എന്താ, നമുക്ക് പറ്റുന്ന രീതിയിലേക്ക് എഫേർട്ട് എടുത്ത് നോക്കിയല്ലേ, ആക്ഷൻ എടുത്തില്ലേ. ആക്ഷൻ എടുത്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഓക്കെ, ആക്ഷൻ എടുക്കാതെ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെറിയൊരു ടോപ്പിക്കിൽ ഒന്ന് സംസാരിച്ചു എന്നുള്ളൂ. അപ്പൊ ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഫീഡ്ബാക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഈ പോയിന്റിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതും പറയട്ടോ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. വളരെ ചെറിയ ടോപ്പിക്കായിരുന്നു. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾ തുറക്കപ്പെടും. യേശു ക്രിസ്തു, ഈസാ നബി അലൈഹി ഇസ്ലാം. ഹലോ സർ, അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം. ഞാൻ പറഞ്ഞോളൂ. മാം, പറഞ്ഞോളൂ. നിങ്ങൾ അങ്ങനെ വിളിക്കുമ്പോ എനിക്ക് എന്തൊരു ഫീല്. നിങ്ങള് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ റെസ്പെക്ട് ഒക്കെ തരണ്ടേ? ആ അതൊക്കെ ഞാൻ നാളെ പറഞ്ഞിരുന്നല്ലേ അത്. അൽഹംദുലില്ലാ. പറഞ്ഞോളൂ, എന്താ ഇതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണ്ടേ? പറഞ്ഞു. ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞപ്പോ എനിക്ക് ആദ്യം അത് ഓർമ്മ വന്നിട്ടോ. നമ്മള് ഉണ്ണിക്കുട്ടന്റെ കാർട്ടൂണിലെ ഉണ്ണിക്കുട്ടൻ പറയുന്നുണ്ട് താൻ പാതി ദൈവം പാതി എന്നുള്ളത് അല്ലെ. അത് നമ്മൾ കേട്ടിട്ടുണ്ട്. അന്നത്തെ ആ എപ്പിസോഡിൽ ഉണ്ണിക്കുട്ടൻ എന്താ ചെയ്യുന്നത്, മെയിൻ ആയിട്ട് അവരെന്താ ചെയ്യുന്നത്, ഓന് പറയുന്നുണ്ട് എക്സാം അവൻ എഴുതുന്നില്ല. എക്സാം എഴുതാതെ 50% ഉണ്ടല്ലോ, അത് ദൈവം തന്നോളും എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. അതേപോലെ നമ്മളൊക്കെ ലൈഫ് ലീഡ് ചെയ്യുന്നത് 50% ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ പൊതുവെ ഞാൻ അത് പറയാൻ കാരണം, നമ്മൾ പറയും നമുക്കൊക്കെ ഓരോ തലവര ഉണ്ടെന്ന് പറയുമല്ലോ, നമ്മുടെ ക്രിയേറ്റർ ചെയ്തിട്ടുള്ള വിശ്വാസത്തിൽ പ്രകാരം. പക്ഷെ ആ തലവര ഒരു പരിധി വരെ നമ്മൾ കാരണം കൂടി കേട്ടോ, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാന് യുണീക്നെസ് ഫെസ്റ്റ് എത്തുന്നതിന് മുമ്പേ ഞാൻ സാറിനോട് സംസാരിച്ച കുറെ കാര്യങ്ങളിൽ ഒരുപാട് അപ്ഡേഷൻ ഇപ്പൊ വന്നിട്ടുണ്ട്. ഇപ്പൊ എന്റെ കോഴ്സ് ഞാൻ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ ഒക്കെ അൽഹംദുലില്ലാ ആ യുണീക്നെസ് ഫെസ്റ്റില് ഒരു ദിവസം ഇരുന്ന ആളാവള്. ഓക്കെ, എന്റെ അനിയത്തി. അതിനുശേഷം ഞാൻ ഇരിക്കുന്ന ഒന്നും ഇവളങ്ങനെ പൊതുവെ അറിയാറില്ല. പക്ഷെ ഇന്ന് ആളിന്റെ കൂടെ ഉണ്ടായപ്പോ ആളും കൂടി ഗ്രോ ചെയ്തോട്ടെ, കാരണം ഞാൻ ഈ പ്രായത്തിൽ തുടങ്ങിയതാ എനിക്ക് ഇൻട്രസ്റ്റ്. പിന്നെ നമ്മൾ സാറ് പറഞ്ഞ പോലെ നമ്മള് മുട്ടുവിൻ തുറക്കപ്പെടുവിന്നില്ലേ, അതങ്ങനെ വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? നമുക്കൊരു കാര്യം വെറുതെ കിട്ടുമ്പോൾ നമുക്ക് ഒരിക്കലും വാല്യൂ ഉണ്ടാവില്ല. അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എക്സാമ്പിൾ പറയണേ, പാരന്റ്സിന് നല്ല പൈസ ഉണ്ടെങ്കിൽ മക്കൾക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവൂല പൊതുവെ. നേരെ മറിച്ച് മക്കള് സ്വന്തമായിട്ട് ഒരു കാറോ അങ്ങനെ എന്തെങ്കിലും എടുക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നുള്ളത് ആ ഒരു ഫീല് കിട്ടും. അങ്ങനെ ആ ഫീല് കുട്ടികൾക്ക് കിട്ടാനുള്ള ഒരു ഗൈഡൻസ് ശരിക്കും അതാണ് പാരന്റ്സ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയാം കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം. കാരണം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊന്നുമില്ല, അവർ കംഫർട്ട് സോണിലായിരിക്കും. ഞാനിപ്പോ 2-3 ദിവസമായിട്ട് അതന്നെ കുറെ നേരം ആലോചിച്ചിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാല്,
അതായത് നല്ല പുവർ ഫാമിലിയിൽ നിന്ന് വരുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഈ IAS ക്രാക്ക് ചെയ്യുന്നത്, ഡോക്ടേഴ്സ് ആവുന്നത്, എഞ്ചിനീയേഴ്സ് ആവുന്നത്, റാങ്ക് ഹോൾഡേഴ്സ് ആവുന്നത്. എന്തുകൊണ്ട് ഈ പൈസ എല്ലായിടത്തുനിന്ന് ആവാത്തത്? അവർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ലായിട്ടല്ല, അതിനുള്ള സാഹചര്യം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഓൾറെഡി അവർ കംഫോർട്ട് സോണിലാണ്. ബാക്കിയുള്ളവർ അത് ബ്രേക്ക്, നമ്മൾ കംഫോർട്ട് സോണിലാവുമ്പോൾ മറ്റൊരു അവരുടെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ബ്രേക്ക് ചെയ്തിട്ട് കംഫോർട്ട് സോണിക്ക് വരാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ എന്തായാലും ഒരിക്കൽ എന്ത് ചെയ്യും, അതിന്റെ റിസൾട്ട് കാണും. അതേപോലെ ഇപ്പൊ ഞാൻ സാറിനെ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ കുറേ കാര്യങ്ങൾ മിസ്സായിരുന്നു. ഇപ്പോ എൻ്റെ സിസ്റ്റർ എപ്പോഴും പറയട്ടെ, എൽഡർ സിസ്റ്റർ മൂത്താൾ പറയും, ആദ്യം സാറിനെ കണ്ടത് ഇൻസ്റ്റഗ്രാം വഴി ആളാണ്, ഫസ്റ്റ് എന്നെ ജോയിൻ ചെയ്തിക്കണു. എന്താണ് റീഡേഴ്സ് കമ്മ്യൂണിറ്റി ഒക്കെ അല്ലേ നിങ്ങളുടെ, ഇല്ല എന്നോ ജോയിൻ ചെയ്തിക്കണു. തുടങ്ങിയ സമയത്ത് ആളുണ്ട്, ബട്ട് ഓളൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതിന് ശേഷം വന്നതാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ ഞാനാണ് ക്ലാസ് കേട്ടതും ഫീഡ്ബാക്ക് പറഞ്ഞതൊക്കെ. അപ്പോ ഇന്ന് ഞാൻ ഫീഡ്ബാക്ക് പറഞ്ഞു, നിന്റെ അനിയത്തിന്റെ കൂടെ ഉണ്ട്, അപ്പൊ ആളുടെ വക ഒരു ചെറിയൊരു ഫീഡ്ബാക്ക്. അവളുടെ ഉള്ളിൽ തോന്നിയ കുഞ്ഞു കാര്യമായിരിക്കും, ഒരാൾ പറയട്ടെ. പറഞ്ഞു. സൂപ്പർ ആയിരുന്നു ക്ലാസ്, നല്ല ഇഷ്ടായി. ഞാന് താത്ത പറഞ്ഞിട്ട് വന്ന ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. സൂപ്പറാണ്. ആളെന്നുണ്ടല്ലോ നമ്മുടെ യൂണിക്നെസ് ടെസ്റ്റ് ഇല്ലേ, അന്ന് അവിടെ വെച്ചിട്ട് ആൾക്ക് ഫീഡ്ബാക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ ബാക്കിയുള്ളവരെന്താ വിചാരിക്കുക, ബാക്കിയുള്ളവരൊക്കെ വലുതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് അവിടെ ഒരു കുട്ടി പറഞ്ഞില്ലേ, ഒരു നന്നായിട്ട് സംസാരിച്ചില്ല, അവിടെ ഒരു ബോയ്, ഒരു ചെറിയ കുട്ടി. ഷാന ഷെറിൻ. അതിനെ ആള് പറഞ്ഞപ്പോ എന്താ ഇയാൾ പറഞ്ഞു. മോനല്ലേ ജയ്ഷ് എന്ന് പറഞ്ഞ. ആള് പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു, ചെറിയ കുട്ടികളെ എന്താ സംസാരിക്കുക. ഞാൻ പറഞ്ഞു, ഏജ് ഒക്കെ ഒരു നമ്പറാണ് കേട്ടോ. സത്യം പറഞ്ഞ ആ ഒരു ലിമിറ്റേഷന് ഇന്റെ അകത്തും ഉണ്ടായിരുന്നു ഒരു പോയിന്റ് വരെ. കാരണം ഞാൻ പറയാൻ കാരണം, ഇപ്പൊ ഞാന് അൽഹംദുലില്ലാ ഞാൻ പറഞ്ഞല്ലോ, മഫാസിയ മാമിന്റെ കൂടെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് എന്നേക്കാൾ എത്രയോ ഏജ് ഉള്ളവർക്ക്. അതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്. എനിക്ക് ഞാൻ അത്ര എത്തുന്നോ, അല്ലെങ്കിൽ ഈ +2 പഠിക്കുമ്പോ ഇങ്ങനെ ആവാന് പറ്റുന്നൊക്കെ അറിയില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ സാറിന്റെ ക്ലാസ്സിലൂടെയാണ് ആള് കണ്ടത്, മഫാസിയ മാം കണ്ടതും ഇങ്ങനെ സംസാരിച്ചതൊക്കെ. അപ്പൊ ഇങ്ങനെ അൽഹംദുലില്ലാ അതിനെ കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ വരുന്നുണ്ട് അറിയുമ്പോ, അത് നമ്മള് അതിലേക്ക് ചെല്ലണം, എന്നാലും നമുക്ക് അത് കിട്ടുക എന്നുള്ളൊരു കാര്യം മനസ്സിലായി. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അത് എനിക്ക് തോന്നുന്നു അന്ന് നിങ്ങള് മഫാസിയെ കണക്ട് ചെയ്തിരുന്നു തോന്നുന്നു അല്ലേ? ഇല്ല സാർ, അന്ന് കണക്ട് ചെയ്യല്ലേ ചെയ്ത്. ആള് ഫെസ്റ്റിന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. പിന്നെ അതെ. യൂണീക് ടോക്കിന് വന്ന ശേഷം ഞാൻ ഇങ്ങനെ ഒരു ഡൗട്ട് ചോദിച്ച സമയത്ത് ആളെന്നെ ഇങ്ങോട്ട് കണക്ട് ചെയ്തു. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു, എനിക്ക് കരിയറിൽ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, നിലവിൽ ഓക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഞാൻ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അതായത് എനിക്ക് ഇങ്ങനെ കിട്ടണം, അതായത് ഇയാളെ തന്നെ കിട്ടണമെന്നല്ല, ആരെങ്കിലും വഴി ഇങ്ങനെ. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യണേക്കാൾ നല്ലതല്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. എമൗണ്ട് അങ്ങനെയല്ല, ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ മിറർ ടോക്കും ഇതൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ, ക്ലാസ് എടുക്കുന്നൊക്കെ. ആ ടൈമിലാണ് ആള് വരുന്നത്. എന്തോ ആൾക്ക് തോന്നിയ, അത്ര ഉള്ളില് തോന്നിയെന്ന് ആള് പറയുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ സൈഡില് മിറർ ടോക്കും ഗ്രാറ്റിറ്റ്യൂഡ് ചാനലൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. തോന്നിയതായിരിക്കും. എനിക്ക് മിസ്സിനെ സംസാരിച്ചപ്പോ തോന്നിയ പോലെ തോന്നിയതായിരിക്കും. ശരി, ആവാം. മിസ്റ്റത്താനോട് ചോദിച്ചാൽ മതി, ചിലപ്പോ ആളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം. അല്ല, മിസ്സിനെ സ്ഥിരമായിട്ട് മറ്റേ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലൊക്കെ ഏതല്ലേ, എന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതി തള്ളിയിട്ടതാ, എന്നെ കൂടെ തോന്നിപ്പിച്ചതാ. ഈ മുർഷിദ മാം മിസ്റ്റത്താന്റെ നേരെ സിസ്റ്ററാ? നേരെ ജ്യേഷ്ഠത്തിയാണ്. എൽഡർ സിസ്റ്ററോ? അതെ. ഞാൻ അത് കേട്ടപ്പോ ഞെട്ടിട്ടോ, വന്ന് ലാസ്റ്റ് ആയത് കേൾക്കുന്നേ ഇതില് പറഞ്ഞപ്പോ അതാ ചോദിച്ച. മുർഷിദ എന്താ ഞെട്ടിയെന്നറിയോ? നിങ്ങളെ കണ്ട ഇളയതാന്ന് തോന്നുന്നാ പറയുന്നത്. മിസ്ന മാം എന്നെ അടിച്ചു കൊല്ലിട്ടോ. വല്ലാട്ടും കൊണ്ട് അടി പിടിക്കല എന്റെ പണി. പിന്നെ വേറൊരു ടീം മെമ്പർ കൂടെ ഉണ്ട്, നമ്മളെ റിഫ. ആളൊരു മൈൻഡ് കോച്ചാണ്. ഇപ്പം ചെറിയൊരു ബേബിയൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോ മോഡിൽ വരാത്തത്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആക്റ്റീവ് ആവും ഇൻഷാ അല്ലാഹ്. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യണ്ടോ? താങ്ക് യു ഹയ, താങ്ക് യു സിസ്റ്റർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, ഷെയർ ചെയ്യാനുണ്ടോ, ഫീഡ്ബാക്ക് പറയാനുണ്ടോ, കുറ്റം പറയാനുണ്ടോ? ഒക്കെ പറയാം. കുറ്റം കുറച്ച് മെല്ലെ പറയണം. എന്തെങ്കിലും ഉണ്ടെങ്കിലും പറഞ്ഞോളൂ കേട്ടോ. സാറേ ഞങ്ങള് പോവാട്ടോ, ഇവിടെ താഴത്തുനിന്ന് ഭയങ്കര കോളിങ്, അനിയത്തിയും കൂടി ഉള്ളോണ്ടേ ഫുഡ് കഴിക്കാന്.
ഓക്കെ സാർ, ഞാൻ ക്ലാസ് മിസ് ചെയ്യണ്ട വിചാരിച്ചിട്ടാണ്. ഓക്കെ, ശരി കേട്ടോ. താങ്ക് യു സോ മച്ച് സാർ. അസ്സലാമു അലൈക്കും. ഇസ്ലാം, താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഷമീല മാം അവിടെ ഉണ്ടോ? ഇജാസ് ഭായി ഒക്കെ ഉണ്ടല്ലോ. നമ്മളെ ക്ലാസ് കഴിഞ്ഞ് കിട്ടോ. ഇല്യാസ്കൊക്കെ കേറിക്കല്ലോ, അടച്ചോനെതാ ആര്. ഷമീല മാം പറഞ്ഞോളൂ. ഞാനിവിടെ ഉണ്ട്. ആ, എന്നെ എന്തെങ്കിലും എങ്ങനെ എന്താ പറയാ, വീഡിയോ ഓഫ് ആക്കിയിട്ട് കേട്ടോണ്ടിരിക്കായിരുന്നു. കുഴപ്പമില്ല, നമ്മള് ചെറിയൊരു ടോപ്പിക് അന്ന് സംസാരിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഫീഡ്ബാക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ആഡ് ചെയ്യാന് കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ഒരു തോന്നിയ കാര്യം, സാറ് ഇങ്ങനെ പറഞ്ഞപ്പോ സാറിന്റെ ഒരു ഇത്, ഞാന് സാറിന്റെ ബാച്ച് 7 എനിക്ക് തോന്നുന്നു ഞാൻ സാറിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ സാറ് എങ്ങനെ നെറ്റ്വർക്ക് ചെയ്തിട്ട് ഞാനും അത്ഭുതപ്പെടാറുണ്ട്. ലൈക്കിനോ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് സാറിന്റെ ഗ്രോത്ത്. അത് ഞാൻ എപ്പോഴും ഒരു ഇൻസ്പയർഡ് ആയിട്ട് നോക്കി കാണാറുണ്ട്. അപ്പൊ സാറിന്റെ ആ ഒരു ജേർണി സാർ പറഞ്ഞപ്പോ അത് ഞാൻ എന്താ പറയാ, വെരി ഇൻസ്പയറിങ്. അത് മാത്രമേ എനിക്കൊന്ന് തോന്നിയിട്ടുള്ളൂ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും അത് നമ്മള് ആ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും നടക്കട്ടോ. ഞാൻ സത്യം പറഞ്ഞ ഒരു ദിവസം പോലും വെറുതെ ഇരിക്കുക. ഞാൻ ഇപ്പൊ കോഴിക്കോട് ഇപ്പൊ ഏതെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ, മലപ്പുറം ഏതെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ ഇങ്ങനെ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളൊക്കെ ആണെങ്കിൽ വേഗം അതേപോലെയാണ് NLPന്റെ ഒക്കെ ഒരു മാസ്റ്റർ ഉണ്ട്, ഒരു ടോബി സാറ്, ടോബി ജോസഫ് എന്നാണ് പേര്. സാറ് കാലടി എറണാകുളത്താണ് പ്രോഗ്രാംസ് ചെയ്യുന്നത്. അപ്പൊ ഏതോ ഒരു പോസ്റ്ററിൽ ഞാൻ കണ്ടു സിജിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് സാറ് മലപ്പുറത്ത് വരുന്നുണ്ട്. അപ്പൊ ഞാൻ വേഗം രജിസ്റ്റർ ചെയ്ത് പരിപാടിക്ക് പോയി സാറിനെ പരിചയപ്പെട്ട് സാറിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ പറ്റി. അപ്പൊ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് എവിടെയെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ ആഗ്രഹിച്ച് നടന്നു കഴിഞ്ഞാൽ പല ആളുകളെയും കണക്ട് ചെയ്യാൻ പറ്റും. സാറൊക്കെ ഒരുപാട് വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഇല്യാസ്ക, നമ്മുടെ കോച്ച്. താങ്ക് യു ഷമീല മാം. ഇല്യാസ്ക, നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ഇപ്പൊ ജോയിൻ ചെയ്താണോ, നേരത്തെ ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ നേരത്തെ ജോയിൻ ചെയ്തിരുന്നു, ലെഫ്റ്റ് ആയി, ഞാൻ യാത്രയിലായിരുന്നു. ഓക്കെ. ഇല്യാസ്ക നമ്മുടെ കൂടെ റിഫൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിൽ ഒരുമിച്ചുണ്ടായിരുന്നതാണ്. അവിടുത്തെ ബെസ്റ്റ് പെർഫോമറിനുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. അതിന് ശേഷം ഒരുപാട് വരുന്നവരെങ്ങനെ മോട്ടർ ആക്കാനുള്ള വേദിയാണ് ഇപ്പോ. അങ്ങനെ നിങ്ങൾക്ക് സെൽഫ് ലവ് ഇല്ലാത്തോണ്ടാട്ടോ ഞാൻ മോട്ടർ ആക്കിയല്ല. ഞാൻ ഇങ്ങനെ തന്നെ എല്ലാവരും സംസാരിക്കാറ്. ഞാൻ തമാശ പറഞ്ഞല്ല, ഇത് ആളുടെ വിനയം കൊണ്ട് പറയുന്നതാണ്. അതിനുശേഷം സർട്ടിഫൈഡ് ആയതിനു ശേഷം ഇപ്പൊ 3-4 ട്രെയിനിങ്ങുകൾ എടുത്തു. മാഷാ അല്ലാ, അടിപൊളിയായിട്ട് പോണ ആളാണ്. നിങ്ങൾ എന്തെങ്കിലും 1-2 വാക്കുകൾ സംസാരിക്കും. ഞാൻ യൂണിക്രിസിന്റെ പ്രോഗ്രാമില് ഈ ക്ലാസ്സിൽ എല്ലാ ശനിയാഴ്ചയും കയറണമെന്ന് വിചാരിക്കും. പക്ഷെ അപ്പോഴന്നെയാണ് നമ്മുടെ കൂടെയുള്ള കുറച്ച് ആൾക്കാരുടെ ക്ലാസ് ഇപ്പൊ ശനിയാഴ്ച നടക്കുന്നുണ്ടല്ലോ. അതെ, അതും സെയിം ടൈമാണ്, 8 to 9 ആണ്. അതൊന്നും കുഴപ്പമില്ല, റെക്കോർഡിംഗ് അവൈലബിൾ ആണല്ലോ. അതെ 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 അതെ. എന്തായാലും സന്തോഷം. ഞാനിങ്ങനെ ഇതില് യൂണിക്നെസിനെ കുറിച്ച് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, പല റിവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാജിദിനോട്, എന്തായാലും എനിക്ക് ആ സെഷനിൽ എന്തെങ്കിലും ഒരിക്കലും പങ്കെടുക്കണം എന്നുള്ളത്. പക്ഷെ അത് ഞാൻ ഇവിടെ എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരാള് ഇതിനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്താന്ന് വെച്ചാല് പ്രത്യേകിച്ച് ഗ്രാറ്റിറ്റ്യൂഡ്, ഇന്നത്തെ ടോപ്പിക് എന്തായിരുന്നു എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അല്ല, ഇന്നത്തെ ടോപ്പിക് മുട്ടയും തുറക്കപ്പെടും. ചെറിയൊരു ടോപ്പിക് ഇട്ട് സംസാരിച്ചാ നാളേക്ക് രാവിലെ തന്നെ ഒരു ക്ലാസ്സിന് പോകണ്ട. അപ്പൊ ചെറിയ ടോപ്പിക് ഇട്ട് ചെറിയ സംസാരം സംസാരിച്ചാ. ശരി. എന്തായാലും മുട്ടിക്കൊണ്ടിരിക്കുക, എപ്പോഴെങ്കിലും തോന്നുന്നു. അല്ല, ഞാൻ അതിന് ഏറ്റവും ഒരു എക്സ്പീരിയൻസ് ഉള്ളതാണ് ആ ഒരു വിഷയത്തില്. കാരണം എന്താ വെച്ചാൽ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ ആദ്യം ചെയ്തത് എന്താന്ന് വെച്ചാൽ ഇവിടെ പരിസരത്തുള്ള സ്കൂളുകളിലൊക്കെ പരിചയമുള്ള 1-2 ആൾക്കാരെ വിളിച്ചിട്ട് ഞാനിങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞതാണ്, അടുത്തുള്ള കുറച്ച് ക്ലാസ് കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട്, ഫ്രീ ആയിട്ടാണെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വിചാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും ഒരു കൊട്ടപ്പുറം സ്കൂളിൽ, അതേപോലെ തന്നെ ഒളവട്ടൂർ സ്കൂളിൽ, പിന്നെ അതുപോലെയുള്ള 2 സ്കൂളിൽ അവിടുന്ന് വിളിച്ചു. പിന്നെ നമ്മുടെ ശിഹാബ് ഡയാലിസിസ് സെന്ററിൽ അവിടുന്ന് ഒരു ക്ലാസ് എടുക്കാൻ വിളിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ആ ക്ലാസ്സിനെ കുറിച്ച് കേട്ടിട്ട് വേറെയും 1-2 ആളുകൾ വിളിക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ മുട്ടിക്കൊണ്ടേ ഇരുന്നത് എന്തായാലും തുറക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. ആദ്യങ്ങള് ഫ്രീ ആയിട്ട് എടുത്ത് പിന്നെ പെയ്ഡ് ആയിട്ട് വിളിക്കാൻ തുടങ്ങിയില്ലേ? അതെ 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 അതെ. ആകെ 3 ക്ലാസ് ഞാനൊരു ഏകദേശം നമ്മൾ അന്ന് റിഫൈനിൽ പറഞ്ഞ പോലെ ഏകദേശം 20 ക്ലാസ് ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ 4 ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും പേ ക്ലാസ് ആയി തുടങ്ങി എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും കിട്ടും എന്നുള്ളത് ഉറപ്പാണ്.
ഏതുണ്ടല്ലോ ഇതും ഒരു നെറ്റ്വർക്കിംഗിന്റെ ഭാഗമായിട്ട് പോയടുത്തുനിന്ന് കണ്ടുമുട്ടിയ ആളാണ് കേട്ടോ. ഇങ്ങനത്തെ നല്ല അതെ അതെ ക്വാളിറ്റി അതെ മനുഷ്യന്മാരെ കണ്ടുമുട്ടാൻ പറ്റും, അതാണ് ഇതിന്റെ മെച്ചം. ഏതായാലും താങ്ക് യു സോ മച്ച് ഇല്ലേസ് ഭായി. നിങ്ങള് ഇനി ഒരു യൂണിക് ടോക്കിൽ നിങ്ങൾ വരണം, എന്നിട്ട് നമുക്ക് അടുത്ത പ്രോഗ്രാംസിലേക്ക് നമ്മൾ കൊളാബറേഷൻ ഒക്കെ ചെയ്യണം ചാവും. എന്തായാലും തീർച്ചയായിട്ടും ഇൻഷാല്ലാ. ആയിക്കോട്ടെ എന്നാല്. ഓക്കെ, ഞാൻ താങ്ക് യു. എല്ലാവരും കാണണമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാ. അസ്സലാമു അലൈക്കും. പിന്നെ താഴത്ത് ഫാത്തിമ സാറ് പറഞ്ഞു, ഞാൻ അഫ്സൽ സാറിനെ കണ്ടത് സിജിയിൽ വെച്ചാണ്. ഓക്കെ സിജിന്ന് കണ്ടായിരുന്നു. നിങ്ങള് കോഴിക്കോട് നിന്നാണോ അല്ലെങ്കിൽ അന്നത്തെ മറ്റേ മലപ്പുറം പ്രോഗ്രാമിലാണോ മീറ്റ് ചെയ്തത്? ഞാൻ കോഴിക്കോട് ഒരു പ്രോഗ്രാമിൽ വെച്ചാ കണ്ടത്. ഓക്കെ. എനിക്ക് തോന്നുന്നു മറ്റേ അല്ല പത്മശ്രീ അവാർഡോ ഒരു അവാർഡ് കിട്ടിയ ആള് വന്ന സമയത്താണോ? അതെ. യെസ്. ഒരു ഹെബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, ഒരു ഓറഞ്ച് വിറ്റിട്ട് ആളുടെ കഥ. അതെ. ഓറഞ്ച് വിറ്റിട്ട് ഒരു വില്ലേജിൽ, ഒരു ഗ്രാമത്തിൽ അവിടെ സ്കൂളൊന്നും ഇല്ലായിരുന്നു. അയാള് സ്വന്തം എഫേർട്ട് എടുത്തിട്ട് സ്കൂൾ നിർമ്മിച്ച് അത് ഡെവലപ്പ് ആക്കി എടുത്തൊരു മനുഷ്യൻ. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഓറഞ്ച് ഒക്കെ വിറ്റിട്ട് അങ്ങനെ സ്കൂൾ ഉണ്ടാക്കാം. ചെറിയ രീതിയിൽ തുടങ്ങി, പിന്നെ അത് ഇങ്ങനെ വികസിച്ച് പല ആൾക്കാരെ സഹായിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ അങ്ങനെ ആൾക്ക് പത്മശ്രീ അവാർഡ് കിട്ടിയിരുന്നു കഴിഞ്ഞ 5-6 മാസം മുന്നേ. അപ്പൊ അവര് കോഴിക്കോട് സിജിയിൽ വന്ന സമയത്ത് അവരെ കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ ലൈഫിലും നമ്മൾ ജീവിച്ച് അവിടെ മരിക്കും. ഞാൻ അഫ്സൽ സാറിനെ കണ്ടതും പിന്നെ ഈ 3 നോട്ട് കഴിഞ്ഞ പരിപാടിയിൽ ഞാൻ ഉണ്ടായിരുന്നു. യൂണിക്നെസ് 3 നോട്ട്. യൂണിവേഴ്സിറ്റി നിങ്ങൾ വന്നിരുന്നോ കഴിഞ്ഞ പ്രോഗ്രാമില്? അതെ. അത് ശരി. എനിക്കിപ്പോ ഈ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്നാല് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്, ഇർഫാന എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട്, ഒരുമിച്ച് രജിസ്റ്റർ ചെയ്ത്. നിങ്ങള് സെന്റർ ഭാഗത്തായിരുന്നു ഇരുന്നത്? അവര് ഇർഫാന ഒരു ആർട്ട് ഒക്കെ ചെയ്യുന്ന ഒരാളല്ലേ? അതെ. ഓക്കെ മനസ്സിലായി. ഈ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. സോറി. ഏതായാലും അടിപൊളി. ഏതായാലും അടുത്ത പ്രോഗ്രാം വേറെ വൈബ്രേഷൻ ആണ് അടുത്തത്. അറിയാലോ, അലിയൻസ് മുഖ്താർ സാറും റാഷിദ് സാറൊക്കെ ആണ്. കഴിഞ്ഞ പ്രോഗ്രാം ഞാൻ സാറ് സിജിന്ന് കണ്ട എഴുതും, പിന്നെ മിൻഹന്റെ ഫോട്ടോ, അതാണ് മെയിൻ ആയിട്ട് ഞാൻ അവിടെ എത്തിയത്. ഓക്കെ. താങ്ക് യു കേട്ടോ. പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നോ? കഴിഞ്ഞ യൂണിക്നെസ് ഫെസ്റ്റ് ഓക്കെ ആയിരുന്നോ? സെറ്റ് ആയിരുന്നോ? അടിപൊളിയായിരുന്നു. ഏതായാലും വേറെ ആർക്കും ഇജാസ് ഭായി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? നമ്മുടെ ഇപ്പോഴത്തെ ബാച്ചില് ഉള്ള ആളാണ്, യൂണികെക്സിന്റെ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലുള്ള ആളാണ്. ഇജാസ് ഭായി സംസാരിച്ചോളൂ. എങ്ങനെ? വോയിസ് ക്ലിയർ ആവുന്നില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല കേട്ടോ. നെറ്റ്വർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡപ്പ് ചെയ്യാണ്ടോ? ഫാത്തിമത്ത് സുഹറ, ഷഹാന മാം, സുഹറ, സാനിഹ, ജാസ്മിൻ, സൈബർ മീഡിയ, തഹസിന, ദൗലത്ത്, മുഹ്സിൻ, റിഫോൺ, നിദാഷറിൻ പി. മാം നമ്മുടെ പാർട്ടിസിപ്പന്റ് ചെയ്യുന്ന ആളാണ് യൂണിക്നെസ് ഫെസ്റ്റ്. യെസ് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് മാം അല്ലേ? തായിഫ്, കെ എൻ, നിദാഷറിൻ, സാനിഹ, ജാസ്മിൻ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. എനിക്കെന്താ പറയാ, നാളെ രാവിലെ തന്നെ പോകേണ്ടി വരും. നാളെ യൂണികെക്സ് നിങ്ങൾ രണ്ടാളും ഉണ്ടാവില്ലേ? സെറ്റല്ലേ? ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ എത്തിക്കോളി. പറന്നെത്തും. എനിക്ക് എന്റെ ഉമ്മ നാളെ സ്പിരിച്വൽ അസ്വല പ്രോഗ്രാമിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ഡ്രോപ്പ് ചെയ്തിട്ട് വരും ഞാൻ. എങ്ങനെ? എന്റെ ഉമ്മനെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം. എന്നാ പിന്നെ എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ഞാൻ റെക്കോർഡിംഗ് ഓഫ് ആകട്ടെ.